എനിക്ക് ഇപ്പൊ ഉണ്ട് വളർത്തക്കളവും ഇൻഷുറൻസ് ഡിവോഴ്സ് എല്ലാം നടത്തിയിട്ട് ഞാൻ ഡിവോഴ്സ് കൂടുതൽ കോടതിമാർ ഇരിക്കുക കോടതി ഡിവോഴ്സ് എല്ലാം കൂടുതൽ അന്വേഷിക്കുക നിന്റെ കണ്ണിനകത്ത് ഉണ്ടാവണം നിനക്ക് എങ്ങനെയാണോ പഠിച്ചത് സുപ്രീം കോടതിയെ ജഡ്ജിയാണ് മറ്റേന്നോട്ട് ഇരിക്കുന്നത് നിനക്കൊന്നും അറിയത്തില്ലായിരുന്നു അത് നീയൊക്കെ ഇല്ലെന്ന് നടക്കുമല്ലോ ഈ പെണ്ണിനെയൊക്കെ പിടിച്ച് അകത്തിടാൻ നോക്കണം ഈ പെണ്ണിനെയൊക്കെ പിടിച്ച് അകത്തിടാൻ നോക്കി നാട്ടിനെയൊക്കെ ജഡ്ജിയാ കുട്ടിയ എന്നൊരു നടക്കുമോ ഒരു ഒന്നും അറിയത്തില്ല കുറെ കാണാൻ പഠിച്ചിട്ട് വന്നിരിക്കുക ഇതുപോലെ കുറെ കാണാൻ പഠിച്ച് ജഡ്ജിയാ കുട്ടിയാണ് എന്നൊക്കെ പിടിച്ച് അകത്തില്ല ഇതിനെയൊക്കെ പിടിച്ച് ഈ തെമ്മാടിയൊക്കെ വിചാരിയിലാല് നിന്റെ മക്കളെ കൊണ്ടുണ്ടാ നിന്റെ ഭാര്യയും കൊണ്ട് കൊടുത്തു നിന്റെ ഭാര്യയെ കൊണ്ട് കൊടുത്തു ഭാര്യയെ കൊണ്ട് കൊടുത്തു അല്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെ പേര് ഉണ്ടാക്കിയാൽ നീ വിവരമായി നീ ചെറുപ്പത്തി അടിക്കാണ് പോകുന്നത് ഈ പണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നീ കഥയുണ്ടാക്കാൻ മനസ്സിലാക്കണ്ട നിന്റെ കഥയും പോലെ എന്റെ കഥ ഉണ്ടാക്കണയാണ് ഉണ്ടാക്കുന്നത് എന്റെ കഥയും എന്റെ കുന്തോ നിന്റെ കഥവ് വലിച്ചടച്ച് കഥയുണ്ടാക്കും എന്താ കഥയാണ് നീ കഥവ് വലിച്ചെടുത്ത് നിന്റെ കഥ വെച്ചാൽ എന്റെ കഥ വരച്ച് സൗണ്ടാവൂ അല്ല നിന്റെ കഥ വലിച്ചെടുത്ത് എന്റെ കഥ ആകൂടാ നിന്റെ കഥ വലിച്ചെടുത്ത് കഥയുണ്ടാക്കുന്നു വെമ്മാരി നിന്റെ കഥയുണ്ടാക്കാനുണ്ട് അമ്മയുടെ കഥ ഇങ്ങോട്ട് ഈ കഥയും കൂടെയൊന്നും ഉണ്ടാക്കല്ലേ നീ കൂടുതൽ നിന്റെ മൂന്ന് പെണ്ണുങ്ങളില്ലേ അൾമാരെ വിറ്റ് പിന്നടാ നീ അൾമാരെ വിറ്റ് ഉണ്ടാക്കി നീ കേരളത്തിൽ നിന്ന് നമുക്ക് വാടക താമസത്തിന് വെല്ലുവിളികളൊന്നും നീ കഥയുണ്ടാക്കണ്ട കേട്ടോ മതി ഏതാണ് അവിടെ തന്നെ അറിയുന്നത് ഏത് മാണിക്കാണ് ഈ വായ്പ അറിയുന്നത് നടക്കുന്നോളൂ വെമ്മാടി അമ്മയുടെ വെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നത് ഈ ഊരിയുടെ വെമ്മാടിത്തരം ഇങ്ങനെയൊക്കെ ഇത് വെമ്മാടിത്തരം എന്റെ കൈവച്ചിരുന്നോ വെമ്മാടിത്തരമൊക്കെ വെമ്മാടിത്തരം ഇങ്ങനെയൊക്കെ നിന്റെ വെമ്മാടിത്തരം വെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നോ പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കണേ ഇതിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കണം എന്റെ ഭയം നോക്കുന്ന കാര്യമില്ല പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നു വാടകയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നത് വെളിയിലോ പെണ്ണി അവന് ഏത് പറയണം എന്റെ കാര്യം ഈ തെമ്മാടിയുടെ കാര്യം നീ ആരാ പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കാൻ ഏതാ പെമ്മാടി നീ ആരാ കഥയുണ്ടാക്കാൻ പെണ്ണുങ്ങളെ കുറിച്ച് പിന്നെ കഥയുണ്ടാക്കലല്ലേ ഇവിടെ വരുന്നത് മുക്കുംകുല അല്ലാതെ പറഞ്ഞാലൊന്നുമല്ല എല്ലാവർക്കും മുക്കുംകുല നാടകം മുക്കും വരുമ്പോഴത്തേന് ഇനി നാടകമാണ് മുക്കും വരുമ്പോഴത്തേന് നാടകം ഇന്ന് ഇത് പോവുകയാ ഇന്ന് ഇന്റർനെറ്റ് പോവുകയാണ് ഇന്ന് ഇന്റർനെറ്റ് പോകും ഇന്റർനെറ്റ് അങ്ങ് പോകും ഇന്റർനെറ്റ് ഒന്നും ഒട്ടുമില്ല ഇന്റർനെറ്റ് ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ ഇതൊന്നും അറിയാം ഇന്റർനെറ്റ് ഇല്ലാത്ത എന്തുകൊണ്ട് എന്ന് ഇന്റർനെറ്റ് പറഞ്ഞല്ലോ ഡ്രാമ എന്റെ ഡ്രാമ ഇന്റർനെറ്റ് എന്നും മെയിൻ്റനൻസ് ആണ് ഇന്റർനെറ്റില് ഏതോ മെയിൻ്റനൻസ് ആണ് എന്ന് ഇന്റർനെറ്റ് മെയിൻ്റനൻസ് ഇന്റർനെറ്റ് മെയിൻ്റനൻസ് ആണ് ഇന്റർനെറ്റ് മെയിൻ്റനൻസ് ഞങ്ങളുടെ പണം പറഞ്ഞത് എന്തിപ്പറ്റി എന്റെ പഴനി കാണുമായിരുന്നു നമ്മൾ വരുമ്പോ അവന്റെ മുതലാളന്റെ പഴനി കാണുമായിരുന്നു നമ്മൾ വന്നപ്പോ ഒരു വെള്ളച്ചാപ്പ കളഞ്ഞ് നടക്കുമായിരുന്നു വെമ്മാടി എടുക്കെടുക്കെടുക്കെന്ന് പറഞ്ഞോണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എങ്ങാണ്ട് മൂന്ന് വെമ്മാടി മൂന്ന് വെമ്മാടിയെ കണ്ടിട്ടില്ലയോ അന്തസ്സിലെട്ടവൻ ഇതുപോലെ അന്തസ്സിലെട്ടവനെ കണ്ടിട്ടില്ല ഒരു അന്തസ്സിലെട്ടവൻ ഇതുപോലെ അന്തസ്സില്ലാത്ത ഒരു അന്തസ് കേട്ട പറ്റി ഒരു അന്തസ്സിലായിട്ട് വേണ്ടിയെ നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ അന്തസ്സില്ലാത്ത പട്ടിയെ ജാറ്റ് പട്ടി നിങ്ങൾ ജാറ്റ് പട്ടിയാവും ജാറ്റ് പട്ടി ചുമ്മാ അതല്ല ജയ്പൂരി കണ്ട ബ്രാഹ്മണൻ പറഞ്ഞത് തീയോ അമ്മാരെ സമ്പത്തേക്ക്
ജാറ്റിനെയും ചൂട്ടിനെയും അമ്മയെന്ന് പറഞ്ഞിട്ട് 3 പെൺമാരികളാണ് അമ്മ പറഞ്ഞു ജാറ്റും ചൂട്ടും എല്ലാം. ജാറ്റും ചൂട്ടും എല്ലാം 3 പെൺമാരികളാണ്. 3 പെൺമാരി ജാറ്റ് ജാറ്റ് പറഞ്ഞ കാട്ടിക്കാട്ട് വളരെല്ലാം കണ്ടത് കാട്ടിക്കാട്ട് വളർന്നത് ജാറ്റും ചൂട്ടും എല്ലാം. അങ്ങനെ കാട്ടിക്കാട്ട് വളർന്നു ജാറ്റും ചൂട്ടും സ്വഭാവം പഠിക്കാൻ തുടങ്ങി വീർപ്പിക്കാൻ തുടങ്ങി. രാവിലെ എണീക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്ക് കഴിയുമ്പോൾ വീർപ്പിക്കും നമ്മളെ വീർപ്പിക്കുക വീർപ്പിയെന്ന് തുടങ്ങും. നീ ഡ്രാമ തുടങ്ങി. ഞങ്ങളുടെ ഡ്രാമയ്ക്ക് വരണ്ട. അവന്മാരെ നടക്കോട്ട് ഡ്രാമ എടുക്കും. ഇതിന്റെ കുടുംബത്തിനെ കുറിച്ച് ഗ്രാമീണ വേറെ വല്ലതും നോക്കിയാൽ മതി. ദീപാവലി പഠിക്കേണ്ടതാണ്. ദീപാവലി പഠിക്കാൻ വളം കൊടുക്കുന്നവർ മുമ്പേ അറിയുന്നത്. ഇവിടെ വരുന്നത് മുക്കുംപൂജ. ആർക്കേലും സെക്ടർ 9 ആർക്കേലും സെക്ടർ 9 മുനീറൊക്കെ വഴി എക്സ്റ്റേണൽ മിനിസ്ട്രി JNU എക്സ്റ്റേണൽ മിനിസ്ട്രി നേരായ ഓടേക്കഴിഞ്ഞ് പോരും. പിന്നെ വികാസ് കഴിഞ്ഞ് മാരിറ്റി കഴിഞ്ഞ് മെട്രോ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള മേലാഞ്ചേരിയോടുള്ള സാഹചര്യങ്ങളുള്ള വഴി അത് കഴിഞ്ഞ് മേലാഞ്ചേരി ഇങ്ങോട്ട് വന്ന് ഇവിടെ വരുന്നത് മേലാഞ്ചേരി PAC അപ്പാർട്ട്മെന്റ്. ഞാൻ വഴി പറഞ്ഞുതരാം എങ്ങനെയാണ് മുക്കുംപൂജ വരുന്നത്. സെക്ടർ 9 വരുന്നത്. സെക്ടർ 9 ആശയങ്ങളും സെക്ടർ 9 മുക്കുംപൂജ വരുന്നത്. വേറെ ഒന്നുമല്ല. മേലാഞ്ചേരിയിലോട്ടാണ് വരുന്നത് മുക്കുംപൂജ. ആർക്കേലും സെക്ടർ 9 മേലാഞ്ചേരി PAC അപ്പാർട്ട്മെന്റ് ദീപാവലി പണിക്കൽ വാടക കൊടുക്കുന്ന 102 എന്ന് പറയുന്ന ഫ്ലാറ്റിലോട്ടാണ് മുക്കുംപൂജ വരുന്നത്. വേറെ കൊണ്ട് വരും. ഡ്രാമ ഉണ്ടാക്കൽ ഡ്രാമയും കൊണ്ട് നടക്കുക. ഡ്രാമ